അപ്പോൾ ടർക്കിയുടെ ചതിയെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ടർക്കി ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെയാണ്. കശ്മീർ വിഷയത്തിൽ എപ്പോഴും ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ് എടുക്കുന്ന രാജ്യമാണ് ടർക്കി. അപ്പോൾ ടർക്കിയെ നമുക്ക് കൗണ്ടർ ചെയ്യണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, എനിമീസ് എനിമി ഈസ് അവർ ഫ്രണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രം. ഇപ്പോൾ ടർക്കിക്ക് ഏതെങ്കിലും രാജ്യവുമായിട്ട് പ്രശ്നമുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സൈപ്രസ് അതുപോലെ തന്നെ ഗ്രീസ്, ഈ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ടർക്കിക്ക് പ്രശ്നമുണ്ട്. ടെറിട്ടോറിയൽ ഇഷ്യൂസ് ഉണ്ട്, ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്ലാഷുകളുണ്ട്. അതുപോലെ അർമേനിയയുമായിട്ടും പ്രശ്നമുണ്ട്. അർമേനിയ ഇപ്പോഴും അർമേനിയൻ ജനസൈഡ് മറന്നിട്ടില്ല. സൗദി അറേബ്യയ്ക്കും ടർക്കിയെ വലിയ താല്പര്യമില്ല. അപ്പം ഇവരുമൊക്കെ ആയിട്ട് ഇന്ത്യ എന്ത് ചെയ്യണം? വി ഷുഡ് ഹാവ് മോർ ഡിപ്ലോമാറ്റിക് കണക്ഷൻ വിത്ത് ദീസ് കൺട്രീസ്, എക്സ്പെഷ്യലി ഗ്രീസും സൈപ്രസും ഒക്കെ ആയിട്ട്. ഇവരുടെ വാട്ടേഴ്സിൽ നമുക്ക് എത്താൻ പറ്റണം. അതായത് ഗ്രീസിൻ്റെയും സൈപ്രസിൻ്റെയും വാട്ടേഴ്സിൽ ഇന്ത്യൻ നേവിയുടെ കപ്പലുകൾ എത്തണം, നേവി ഡ്രില്ലുകൾ നടത്തണം, മിലിറ്ററി ഡ്രില്ലുകൾ അവിടെ നടക്കണം. അപ്പം ടർക്കിക്ക് പൊള്ളും. പാകിസ്ഥാനിൽ അവൻ്റെ കപ്പൽ വരുമ്പോൾ ഇന്ത്യക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് പോലെ അവൻ്റെ തീരത്തിൻ്റെ അടുത്ത്, അവൻ്റെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ കപ്പലും എത്തണം. അപ്പം ടർക്കിക്ക് പൊള്ളും. രണ്ട്, ടർക്കിയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് എർദോഗനാണ്. എർദോഗൻ എപ്പോഴും ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡാണ്. ഒരിക്കലും എർദോഗൻ ഇനിയും അവിടെ ഒരു പ്രസിഡന്റ് ആവരുത്. ഇനി ഒരിക്കലും എർദോഗൻ അവിടെ ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. കാരണം ടർക്കിയിൽ 2 ടേംസേ ഉള്ളൂ ഒരു പ്രസിഡന്റിന് മാക്സിമം. അപ്പോൾ എർദോഗന്റെ ടേം കഴിഞ്ഞു. അപ്പോൾ എർദോഗൻ ഒരു പിൻഗാമിയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഹക്കൻ ഫിദാൻ ടർക്കിയിലെ മുൻ ഇന്റലിജൻസ് ചീഫാണ്. ഈ എർദോഗന്റെ പാർട്ടിയുടെ പേര് AKP എന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ, ഇനിയും AKP ഭരണത്തിൽ വരരുത്. AKP ഇനി ഒരിക്കലും ഭരണത്തിൽ വരരുത്. അതുപോലെ ഹക്കൻ ഫിദാൻ ഒരിക്കലും ജയിക്കുകയും ചെയ്യരുത്. ഹി ഷുഡ് നോട്ട് ബി ദ നെക്സ്റ്റ് പ്രസിഡന്റ്. അപ്പം നമ്മൾ ഡിപ്ലോമാറ്റിക്കലി ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ട്രാക്ക് 2 ഏതൊക്കെ രീതി നോക്കിയാലും AKP ഇനി അവിടെ ഭരണത്തിൽ വരാൻ പാടില്ല. എർദോഗൻ പിൻഗാമിയായി കണ്ടുവച്ചേക്കുന്ന ആൾ ജയിക്കാനും പാടില്ല. അപ്പം ടർക്കിയുടെ ചുറ്റുമുള്ള ശത്രുതയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കണം. 2, എർദോഗന്റെ പാർട്ടി ഇനി ടർക്കിയിൽ ജയിക്കാൻ പാടില്ല. He should not mess with India again.